യുഎന്നിൽ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. ഭീകരരെ സംരക്ഷിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. തകർന്ന റൺവേകളും കത്തിക്കരിഞ്ഞ ഹാങ്ങറുകളും വിജയമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് തോന്നുകയാണെങ്കിൽ ആഘോഷിക്കാമെന്ന് ഫസ്റ്റ് സെക്രട്ടറി പെറ്റൽ ഗെഹ്ലോട്ട് പറഞ്ഞു. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ വിജയം അവകാശപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഒരു പരിഹാസം നിറഞ്ഞ മറുപടി കൂടി ഇന്ത്യ നൽകുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇന്ത്യൻ പ്രതിനിധി? അഭിലാഷ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫിൻ്റെ പ്രസംഗത്തിനുള്ള മറുപടിയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറിയും യുഎന്നിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ പ്രതിനിധിയും കൂടിയായ പെറ്റൽ ഗെഹ്ലോട്ട് നൽകിയത്. അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് മറുപടി നൽകാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IFS ഉദ്യോഗസ്ഥർ മതിയാകും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ശക്തമായ സന്ദേശം. അതായത് നിങ്ങളുടെ രാജ്യം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. മാത്രമല്ല, ഒരു കൊടും ഭീകരനെ സ്വന്തം രാജ്യത്ത് ഒളിപ്പിച്ച് താമസിച്ച ശേഷം ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലോകത്തിന് മുന്നിൽ അണിനിരന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്ന ഒസാമ ബിൻ ലാഡന്റെ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പെറ്റൽ ഗെഹ്ലോട്ട് പറയുകയും ചെയ്തു. പെഹൽഗാം അടക്കമുള്ള വിഷയങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് വളരെ വ്യക്തമാണ്. ഇതിനെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മറന്നു എന്നുള്ളതാണ് പെറ്റലിൻ്റെ ഏറ്റവും വലിയ ആരോപണം. അവിടെ തകർന്നു കിടക്കുന്ന റൺവേകളും അതോടൊപ്പം തന്നെ ഹാങ്ങറുകളും ഒക്കെ നോക്കിയിട്ട് ഇത് വലിയ വിജയമാണ് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് തോന്നുകയാണെങ്കിൽ ആഘോഷിക്കാം എന്ന് തന്നെയാണ് പെറ്റൽ ഗെഹ്ലോട്ട് കളിയാക്കി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതിശക്തമായ മറുപടി തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് നൽകിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാകട്ടെ വലിയ വിജയമാണ് ഇന്ത്യക്ക് മേൽ നേടിയത് എന്നുള്ള തരത്തിലുള്ള ഒരു അവകാശവാദമാണ് കഴിഞ്ഞ ദിവസം UN പൊതുസഭയിൽ സംസാരിക്കവേ പറഞ്ഞത്.